ഓക്കെ, ലാസ്റ്റ് 2 വീക്കായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്നത് IQ Neo 10R ആണ്. 30,000 റുപ്പീസിനകത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു സ്മാർട്ട് ഫോൺ ആണോ, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ താഴേക്ക് നിൽക്കുന്നതെന്നൊക്കെ ഞാൻ വളരെ ഇൻഡെപ്ത് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ നോക്കുന്ന സമയത്ത് IQന്റെ ഇപ്പോഴത്തെ എല്ലാ ഫോൺ പോലെയും തന്നെ ആ ഒരു ഡിസൈനിലുള്ള ക്യാമറ ബമ്പ് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ആ ഒരു ഡിസൈൻ എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കാരണം ഒരു എന്താ പറയുക, ഒരു ക്ലാസി ഫീല് നമുക്ക് ആ ഒരു ഡിസൈൻ തരുന്നുണ്ട്. ആൻഡ് ബിൽഡ് നോക്കുന്ന സമയത്ത് ഇതൊരു കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക്കിലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ്. അതായത് ഇതിന്റെ ഫ്രെയിമും അതുപോലെ തന്നെ ബാക്കും കംപ്ലീറ്റ്ലി ഒരു പ്ലാസ്റ്റിക് ഫീൽ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ വെയിറ്റ് ആണ്. 196 ഗ്രാം ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. സീരിയസ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, ബിൽഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിലെ ക്യാമറ ബമ്പിനെ കുറിച്ചാണ്. അതായത് ഈ ഒരു ക്യാമറ ബമ്പ് നല്ല രീതിക്ക് തന്നെ സ്ക്രാച്ച് ആവുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ ജസ്റ്റ് അവിടെ കൊണ്ട് വെച്ചിട്ടേ ഉള്ളൂ, നല്ല രീതിക്ക് തന്നെ ഇപ്പോഴും സ്ക്രാച്ച് ആയിട്ടുണ്ട്. അത് എടുത്തു പറയണമെന്ന് തന്നെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ IP65ന്റെ റേറ്റിംഗും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, വിച്ച് ഈസ് ഓൾസോ ഗുഡ്. ഇനി ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് 6.78 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് 1 ബില്യൺ കളേഴ്സും സപ്പോർട്ടീവ് ആണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എനിക്ക് മറ്റ് ഇഷ്യൂസും തോന്നിയിട്ടില്ല, കാരണം ബെസൽസ് ഒന്നും അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മീഡിയ കൺസപ്ഷനൊക്കെ നമുക്ക് അത്യാവശ്യം ബെറ്റർ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബ്രൈറ്റ്നസ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. 4500 നിറ്റ്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്തും അത്യാവശ്യം നമുക്ക് നല്ല രീതിക്കുള്ള ഒരു ബ്രൈറ്റ്നസ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിസ്പ്ലേയുടെ കാര്യം പറയുന്ന സമയത്ത് ഇവിടെ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ ആദ്യം ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ സ്വൈപ്പ് ഒക്കെ ചെയ്ത് നോക്കിയ സമയത്ത് ഭയങ്കര സ്മൂത്ത്നെസ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഗൂഗിളിലൊക്കെ കയറി നോക്കിയ സമയത്ത് ഞാൻ കണ്ടത് ഇതിൻ്റെ അകത്ത് 144 ഹെർട്സിന്റെ ഒരു ഡിസ്പ്ലേ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ഈ ഫോൺ പർച്ചേസ് ചെയ്ത സമയത്ത് പോലും ഞാൻ വിചാരിച്ചില്ല ഇതിൻ്റെ അകത്ത് 144 ഹെർട്സ് ആണെന്ന്. ഞാൻ 120 ഹെർട്സ് ആണെന്നാണ് വിചാരിച്ചത്. എന്നാൽ കൈകളിലെടുത്ത് ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും UIയിലൊക്കെ എന്താ പറയുക യൂസ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. ബട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് സ്മാർട്ട് സ്വിച്ച് ഓൺ ആയാണല്ലോ ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. അതിട്ടിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് UI മാത്രമേ ഇതുപോലെ 144 ഹെർട്സിൽ വർക്ക് ആവത്തുള്ളൂ. എന്നാൽ സെറ്റിംഗ്സിലോട്ട് പോയ ശേഷം നമ്മൾ ഈ ഒരു സ്മാർട്ട് സ്വിച്ച് എന്നുള്ളത് മാറ്റി ഹൈലോട്ട് ആക്കുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ്ലി 144 ഹെർട്സിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് ഈ പറയുന്ന UIയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ക്രോമും ഒക്കെ നമുക്ക് കംപ്ലീറ്റ്ലി 144 ഹെർട്സിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് നോക്കുന്ന സമയത്ത് ഒരു ഒപ്റ്റിക്കൽ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ്. എന്നാൽ അത്രത്തോളം ഫാസ്റ്റ് ആണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല, കാരണം C9s Proയിൽ IQന്റെ തന്നെ C9s Proയിൽ കുറെ കൂടെയൊക്കെ ബെറ്റർ ആണ്. അതിൻ്റെ അകത്തും അപ്ഡേറ്റ് വന്നിട്ടാണ് അത്രയും ബെറ്റർ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തും അപ്ഡേറ്റ് വന്ന് അവർക്ക് കുറെ കൂടെയൊക്കെ ഇതിനെ ബെറ്റർ ആക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ സ്പീക്കേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. സ്പീക്കേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം ലൗഡ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. എന്നാൽ അത്രത്തോളം ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ആൻഡ് ഇതിന്റെ പെർഫോമൻസ് IQ Neo 10R എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഏറ്റവും കൂടുതൽ ആളുകൾ പർച്ചേസ് ചെയ്യാനും ഏറ്റവും കൂടുതൽ എന്താ പറയുക എല്ലാവരും പെട്ടെന്ന് പോയിന്റ് ഔട്ട് ചെയ്യുന്നതും ഇതിന്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. പെർഫോമൻസ് നോക്കുന്ന സമയത്ത് Qualcomm Snapdragon 8s Gen 3 എന്ന ഒരു ചിപ്സെറ്റ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ GPU നോക്കുന്ന സമയത്ത് Adreno 735 ആണ്. ആൻഡ് LPDDR5Xന്റെ റാമും ഇതിൻ്റെ അകത്ത് സപ്പോർട്ടീവ് ആണ്. പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഏതൊരു ഫോണിനെയും പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഡെയിലി ഡ്രൈവ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇഷ്യൂസും ഇല്ല. എല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഗെയിമിംഗ് ഈ ഒരു കാര്യത്തിലാണല്ലോ ഈ ഒരു സ്മാർട്ട് ഫോൺ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത്. ഗെയിമിംഗ് നോക്കുന്ന സമയത്ത് ഞാൻ BGMI ആണ് ഏറ്റവും കൂടുതൽ കളിക്കുന്നത്. BGMI നോക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ശേഷം ഇപ്പോൾ 120 FPS അകത്ത് അൺലോക്ക്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അപ്പോൾ 120 FPS ഇട്ടതിന് ശേഷം ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തു, ആ ഒരു ഗെയിമിംഗ് മോഡൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ TDM കളിച്ചു. TDMന്റെ അകത്ത് അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ട് തന്നെ നമുക്ക് 120 FPS നമുക്ക് ഗെയിം പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അധികം പ്രശ്നമൊന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ആ ഒരു 120 FPS നമുക്ക് ഓവറോൾ കിട്ടുന്നുണ്ട്. സോ TDMൽ നോ ഇഷ്യൂസ്. എന്നാൽ ഇതിന്റെ ക്ലാസിക് മാച്ചിലോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈവന്റിലേക്ക് നമ്മൾ പോയി കളിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു 120 FPS എന്ന് പറയുന്നത് ഒട്ടും സ്റ്റേബിൾ അല്ല. അതായത് ഓവറോൾ ഗെയിം പ്ലേയിൽ നമ്മൾ ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 120 ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു 120 FPS എന്നുള്ളത് ഫ്ലക്ച്വേറ്റ് ചെയ്ത് 90 വരെ പോകും. ആൻഡ് ഈ ഒരു 90ന്ന് അങ്ങോട്ടൊരു ഫ്ലക്ച്വേഷൻ ഇല്ല.
ആ 90 ഭയങ്കര സ്റ്റേബിളായിട്ട് തന്നെ അവിടെ പിടിച്ചു നിർത്തി കണക്കി തന്നെ അവിടെ നിന്നോളൂ. അതായത് IQ അഡ്വർടൈസിൽ പറഞ്ഞതുപോലെ തന്നെ 90 ഏറ്റവും കൂടുതൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പക്കയായിട്ട് തന്നെ ആ ഒരു 90 FPS നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ 90 FPS ഒരു പ്രോബ്ലവും ഇല്ല, ഒരു ഫ്ലക്ച്വേഷനോ ഒന്നുമില്ല. എങ്ങാനും എപ്പോഴെങ്കിലും ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടായാലായി. അല്ലാത്ത പക്ഷം ഓവറോൾ ഗെയിം പ്ലേയിൽ ഇന്നേ വരെ ഞാൻ ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ഇഷ്യൂസും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പെർഫോമൻസ് വൈസ് ഒരു ഇഷ്യൂസും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ടച്ച് റെസ്പോൺസ് ആയിരുന്നാലും ആ ഒരു ഗെയിം പ്ലേ ആയിരുന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ IQന്റെ ഗെയിമിംഗ് മോഡും ഒരുപാട് തരത്തിൽ ഇതിനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ എടുത്തെടുത്ത് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. സോ IQ എന്താ പറയുക അഡ്വർടൈസ് ചെയ്തതുപോലെ തന്നെ അണ്ടർ 30,000 റുപ്പീസിൻ്റെ അകത്ത് വളരെ സ്റ്റേബിളായിട്ട് നമുക്ക് BGMI കളിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് IQ Neo 10R എന്ന് പറയുന്നത്. ആൻഡ് ഹീറ്റിംഗ് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഞാൻ പറയാം ഒരു നോർമൽ യൂസിൽ വലിയ ഹീറ്റ് ഒന്നുമില്ല. നോർമലി ചെറുതായിട്ടൊന്ന് വാമാവുമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അധികം ഫീൽ ചെയ്യാനായിട്ടും പറ്റത്തില്ല. ഗെയിമിങ്ങിനായിരുന്നാലും നമുക്ക് അത്രത്തോളം ഒരു ഹീറ്റ് ഫീൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൂളിംഗ് വർക്ക് ആവുന്നുണ്ട്. സോ ഓവറോൾ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ പറയാം. കാരണം ഈ ഒരു അണ്ടർ 30,000 റുപ്പീസ് എന്ന ഒരു പ്രൈസ് റേഞ്ചും കൂടി വെച്ച് നോക്കുന്ന സമയത്ത് ദി ബെസ്റ്റ് പെർഫോമൻസ് ഫോൺ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് നോക്കുന്ന സമയത്ത് UFS 3.1 ആണ്. ഇത് ശ്രദ്ധിക്കുക, 120 GB ഉള്ള സ്മാർട്ട് ഫോണിന് മാത്രമാണ് ഈ പറയുന്ന UFS 3.1 വരുന്നത്. അതല്ല നിങ്ങൾ 256 GB വേരിയന്റ് ഒക്കെയാണ് എടുക്കുന്നതുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്നത് 4.1 സ്റ്റോറേജും ആണ്. സോ എപ്പോഴും ഇതിൻ്റെ അകത്ത് ഒരു ഹയർ വേരിയന്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ 256 വേരിയന്റ് എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ OS എക്സ്പീരിയൻസ് നോക്കുന്ന സമയത്ത് FunTouchOS 15 ബേസ്ഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 15 ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. അതുപോലെ തന്നെ 3 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. സോ ആ ഒരു OS എക്സ്പീരിയൻസ് നോക്കുന്ന സമയത്ത് FunTouchOS എന്താ പറയുക ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഓരോ ടൈമിലും ഇതിൻ്റെ അപ്ഡേറ്റുകൾ ഇതിനെ ബെറ്റർ ആയിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട്. അത്രയ്ക്ക് നമ്മൾ ഇഷ്യൂ ആയിട്ട് എടുത്ത് പറയത്തക്ക ഒന്നുമില്ല. എന്നാലും ഇതിൻ്റെ ഓവറോൾ എന്താ പറയുക ആ ഒരു ഡിസൈൻ ആസ്പെക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു OSന്റെ ഡിസൈൻ ആസ്പെക്റ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് കുറച്ചൊരു പഴഞ്ചൻ ഡിസൈനിങ് ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ബാർ ആയിരുന്നാലും ആ ഒരു സെറ്റിംഗ്സിൻ്റെയൊക്കെ ലേ ഔട്ട് ആയിരുന്നാലും കുറച്ചൊരു ബോർഡായിട്ട് തോന്നിയിട്ടുണ്ട്. അത്രത്തോളം അപ്ഡേറ്റഡ് അല്ലാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എ ഗുഡ് OS ബട്ട് നോട്ട് ദി ബെസ്റ്റ്. കണക്ടിവിറ്റി നോക്കുന്ന സമയത്ത് Wi-Fi 6 ആണ്, Bluetooth 5.4 ആണ്. അതുപോലെ തന്നെ NFC സപ്പോർട്ട് ഇതിൻ്റെ അകത്ത് വരുന്നില്ല. USB 2.0 ആണ്. ആൻഡ് ക്യാമറയാണ് എനിക്ക് എന്താ പറയുക ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. സ്പെക്ക് നോക്കുന്ന സമയത്ത് 50 MP ഒരു പ്രൈമറി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അപ്പേച്ചർ നോക്കുന്ന സമയത്ത് f1.8 ആണ്. അതിൻ്റെ അകത്ത് OSന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് ഒരു 8 MB ഒരു അൾട്രാ വൈഡും ആണ്. ആൻഡ് ഫോട്ടോ ഔട്ട്പുട്ട് നോക്കുന്ന സമയത്ത് എന്താ പറയുക ഭയങ്കരമായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ഔട്ട്പുട്ടാണ് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. അതായത് എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഒരു ജസ്റ്റ് ഒരു ഡാർക്കായിട്ട് എവിടെയെങ്കിലും കിടന്നാൽ അതിനെ മൊത്തത്തിൽ അങ്ങ് ബ്ലാക്ക് ആക്കി കളയും. അതായത് കോൺട്രാസ്റ്റ് കൂട്ടിക്കളയും. അത് നമുക്ക് ഭയങ്കരമായിട്ട് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് എവിടെയെങ്കിലും എക്സ്പോഷർ ഉണ്ടെങ്കിൽ അവിടെ മൊത്തത്തിലോ എന്താ പറയുക അവിടെ മൊത്തത്തിലൊന്ന് ഫോക്കസ്ഡ് ആയിട്ട് ബാക്കിയെല്ലാം അങ്ങ് കോൺട്രാസ്റ്റ് ആക്കി കളയും. ഡീറ്റെയിൽസും അത്യാവശ്യം നമുക്ക് എന്താ പറയുക 1x എടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. എന്നാൽ 1x 2x പോയി കഴിഞ്ഞാൽ ഇമേജിൻ്റെ ഡീറ്റെയിൽസ് നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. അതായത് അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് പോകുന്നുണ്ട്, സ്മൂത്തനിങ്ങും ആവുന്നുണ്ട്. ഇമേജ് മൊത്തത്തിൽ നല്ല രീതിക്ക് തന്നെ സ്മൂത്തനിങ്ങും ആവുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രിവ്യൂവിൽ അത്ര ക്വാളിറ്റി തോന്നത്തില്ല. എന്നാൽ നമുക്ക് പ്രിവ്യൂ ഒന്ന് മാറ്റി നമ്മൾ ആ ഒരു ഫോട്ടോ എടുത്ത് പ്രോസസ്സൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ഡീറ്റെയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അൾട്രാ വൈഡ് 8 MB ഉള്ളൂ. എല്ലാത്തിലും പറയും പോലെ തന്നെ ലൈക്ക് ഇതിൻ്റെ അകത്ത് കളേഴ്സ് അത്യാവശ്യം മെയിനിൽ നിന്നും ആ ഒരു അൾട്രാ വൈഡിലോട്ടും അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കളേഴ്സ് മാത്രം, ഡീറ്റെയിൽസ് 8 മാപ്സിലേ ഉള്ളൂ. നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇവിടെ ഔട്ട്പുട്ട് കൊടുത്തിരിക്കാം. എന്നാൽ ഈ ഒരു പ്രൈമറി ക്യാമറയുടെ ഈ ഒരു കോൺട്രാസ്റ്റ് എപ്പോഴും അങ്ങനെ ബോർഡാണെന്ന് പറയാൻ പറ്റത്തില്ല. ചില സമയത്തൊക്കെ ഭയങ്കര കില്ല ഔട്ട്പുട്ട് നമുക്ക് തരും. എന്നാൽ മോസ്റ്റ് ഓഫ് ദി ടൈം ആ ഒരു കോൺട്രാസ്റ്റ് അത്ര ബെറ്റർ ആണെന്ന് എനിക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. ആൻഡ് ഇതിൻ്റെ വീഡിയോ പെർഫോമൻസ് ഇവിടെയും നിങ്ങൾ ഒരുപാട് തരത്തിൽ എന്നെ എന്താ പറയുക ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 4K 30 FPS നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റെബിലൈസേഷൻ കിട്ടും. അങ്ങനെ സ്റ്റെബിലൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡ് മോഡ് എന്ന് പറയുന്ന 4K തന്നെ
തന്നെ സ്റ്റാൻഡേർഡ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്യണം. അങ്ങനെ സ്റ്റാൻഡേർഡ് മോഡിലോട്ട് ഇടുന്ന സമയത്ത് ആദ്യം സംഭവിക്കുന്നത് ഈ ഒരു എന്താ പറയുക ഔട്ട്പുട്ട് മൊത്തത്തിലൊന്ന് ക്രോപ്ഡ് ആവും. അതായത് മൊത്തത്തിലൊരു ക്രോപ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ആക്ച്വൽ 4Kയുടെ ക്വാളിറ്റി അല്ല നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് മോഡിൽ 4K ഇടുന്ന സമയത്ത് കിട്ടുന്നത്. ഡിജിറ്റലി എന്താ പറയുക ഒരു ഷാർപ്പണിങ് കൂട്ടിയ ഒരു ഇമേജ് ഔട്ട്പുട്ട് പോലെ തോന്നും. അത് എനിക്ക് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. വിഷ്വലി നമ്മൾ കാണുന്ന സമയത്ത് അത് നല്ല രീതിക്ക് തന്നെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ആക്ച്വൽ 4K ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റും. അതിന് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് മാറ്റി ഈ ഒരു സ്റ്റെബിലൈസേഷൻ ഓഫ് ആക്കണം. സ്റ്റെബിലൈസേഷൻ ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്രോപ്പിംഗും വരത്തില്ല, ആക്ച്വൽ 4K ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാനായിട്ടും പറ്റും. എന്നാൽ ആ ഒരു ഓപ്ഷൻ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവിടെ സ്റ്റെബിലൈസേഷൻ ഇല്ല, OS-ന് നമുക്ക് അവിടെ വർക്ക് ആവത്തില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് 4K 30 FPS-ൻ്റെ അകത്ത് സ്റ്റെബിലൈസേഷൻ കിട്ടും, ക്വാളിറ്റി കിട്ടത്തില്ല. 4K 30 FPS-ൻ്റെ അകത്ത് ക്വാളിറ്റി കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ കിട്ടത്തില്ല. മൊത്തത്തിലൊരു എന്താ പറയുക ഒരുമാതിരി കുഴഞ്ഞ അവസ്ഥയിലാണ് കിടക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുന്ന സമയത്ത് 32 MP ഒരു അപ്പേച്ചർ f2.5 ഉള്ള ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ക്യാമറ ഓൺ ആക്കുക. സെൽഫി ക്യാമറ ഓൺ ആക്കിയിട്ട് ബ്യൂട്ടി മോഡ് അങ്ങ് ഓഫ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫോട്ടോ എടുക്കുക. ഈവൻ ബ്യൂട്ടി മോഡ് ഓഫ് ആണെങ്കിൽ പോലും അത്യാവശ്യം സ്മൂത്തനിങ് നമ്മൾ ഫോട്ടോയിലോട്ട് വരുന്നുണ്ട്. അതായത് ഔട്ട്പുട്ടിലോട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ കണ്ണുകളൊക്കെ ഒരുമാതിരി ആർട്ടിഫിഷ്യലി ബ്യൂട്ടിഫിക്കേഷൻ ചെയ്ത കണക്കൊക്കെയാണ് തോന്നുന്നത്. ആൻഡ് സെൽഫി ക്യാമറയുടെ വീഡിയോ 4K 30 FPS-ൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ഫോണിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടത്തില്ല. സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തത് പോട്ടെ, വൺ ഓഫ് ദ വേസ്റ്റ് FOV എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാനായിട്ട് പറ്റും. അതായത് ഇതിൻ്റെ FOV എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും മൂക്കും വായും മാത്രം സ്ക്രീനിൻ്റെ അകത്ത് ഇരിക്കും. സോ ഇതിൻ്റെ അകത്ത് 4K ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് അത്രത്തോളം യൂസബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. ആൻഡ് ബാറ്ററി നോക്കുന്ന സമയത്ത് 6400 mAh ഒരു ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. വിത്ത് 80 വോൾട്ട് ചാർജറും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ബാറ്ററി നോക്കുന്ന സമയത്ത് നോർമൽ യൂസ് നിങ്ങൾ ചെറുതായിട്ടൊക്കെ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിലും നോർമൽ യൂസിൽ ഒരു 1 day കംപ്ലീറ്റ്ലി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇനി കംപ്ലീറ്റ്ലി ഗെയിമിംഗ് ആണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ എന്നാലും നമുക്കൊരു 5 മണിക്കൂറൊക്കെ നമുക്ക് അത്യാവശ്യം ഇരുന്ന് ഗെയിം പ്ലേ ചെയ്യാനായിട്ട് പറ്റും. 4 to 5 മണിക്കൂർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കംപ്ലീറ്റ്ലി നമുക്കിരുന്ന് ഗെയിം പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതിൻ്റെ ഒരു ബാറ്ററി പ്ലസ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ അകത്തുള്ള ആ ഒരു വീഡിയോ മാക്സിമം പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. ആൻഡ് ഒരു കൺക്ലൂഷൻ ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, ആൻഡ് നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്, ആൻഡ് നല്ലൊരു ബാറ്ററിയും കിട്ടുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് നല്ലൊരു OS എക്സ്പീരിയൻസ് വേണം, നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു ക്യാമറ പെർഫോമൻസ് വേണം, നല്ല രീതിക്ക് വ്ളോഗ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. എനിവേ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. സോ അതുവരത്തേക്കും ബൈ.